ചീമച്ചേമ്പെന്ന് പറയും. ചീമച്ചേമ്പ്. അതെ, അങ്ങനെ കുറെ വെറൈറ്റികൾ ഉണ്ടല്ലേ? അതെ, ഞങ്ങള് പൊടികളെല്ലാം ഞങ്ങൾ തന്നെ, മുളകാന്നേലും ചുക്കുപൊടിയാന്നേലും കടലപ്പരിപ്പ് പൊടിച്ച് കടലമാവ് എടുക്കുന്നത്. എണ്ണ ആട്ടി എടുക്കുക, പൊടി വാങ്ങിക്കൂല. പൊടി വാങ്ങിക്കൂല, പുറത്തുനിന്ന് പൊടി ഒന്നും വാങ്ങിക്കൂല. ഇല്ല, എല്ലാരും വാര്യത്ത് ഉപ്പേരി കിട്ടും എന്ന് പറഞ്ഞ് കപ്പ അരിഞ്ഞ് കഴുകി അത് അരച്ചെടുക്കും. ട്രഡീഷണൽ ഹൽവ. ഈ ഒരടുപ്പുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ അടുപ്പ്. പിന്നെ ഞാനുണ്ട്, മോനുണ്ട്, ഞങ്ങളെന്താ എല്ലാരും. അമ്മ അമ്പലത്തിൽ പോകുമ്പോ എല്ലാരും വാരസ്യാർന്ന വിളിക്കുന്ന. പിന്നെ ഇവിടെ വാര്യത്ത് പൂപ്പേര് വിൽക്കുന്നു. അങ്ങനെ വന്നാണ് ഈ വാരസ്യാർ എന്നുള്ള പേര് ഈ കമ്മ്യൂണിറ്റി തന്നതാണ്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം കരുനാഗപ്പള്ളി, വവ്വാക്കാവ്, പുലയംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇടവഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വാരസ്യാരുടെ ചിപ്സ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഗൾഫിലേക്കൊക്കെ പോകുന്ന കൊല്ലം ജില്ലക്കാർ, കരുനാഗപ്പള്ളി സ്വദേശികളൊക്കെ കൂടുതലായിട്ടും ഗൾഫിൽ കൊണ്ടുപോകാൻ പോലും ചിപ്സുകൾ കളക്ട് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപക്ഷെ ഈ വീഡിയോയിലൂടെ ആയിരിക്കും കൂടുതൽ പേരിലേക്ക് ഈ ഒരു സംരംഭം എത്തുന്നത്. ഈ ക്ഷേത്രമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ജോലിക്കാരിയായിരുന്നു അമ്മ ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അത് നാട്ടിൽ ഏറെ പ്രിയപ്പെട്ടതായി. അങ്ങനെ ഇവർക്കൊരു സംരംഭമുണ്ട്. ആ സംരംഭത്തിന് നാട്ടുകാർ കൊടുത്ത പേരാണ് വാരസ്യാരുടെ കട. ഒരുപാട് ഐറ്റം വിഭവങ്ങൾ രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ്. രാവിലെ ചിപ്സിൻ്റെ പരിപാടികൾ തുടങ്ങും. അന്ന് ഒരു ചെറിയ അടുപ്പിൽ ചെയ്തു തുടങ്ങിയെങ്കിൽ ഇന്ന് ഒരുപാട് അടുപ്പുകളുണ്ട്, ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. കാണാം എന്തായാലും അതിൻ്റെ കാഴ്ചകൾ. എന്തോ പരിപാടി? മധുര ചിപ്സ് വറക്കുകയാണ്. അമ്മയുടെ ചിപ്സിന് ഈ നാട്ടിലൊരു പേരുണ്ടല്ലോ, ആ പേരെന്താണ്? വാരസ്യാരുടെ ചിപ്സ് എന്നാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ? ഓക്കെ, രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ്. നമ്മള് ശരിക്കും പറഞ്ഞ് തുടങ്ങിയിട്ട് എത്ര നാളായി? 7 വർഷമായി. സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? പിന്നെ ഈ ഒരടുപ്പുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ അടുപ്പ്. പിന്നെ ഞാനുണ്ട്, മോനുണ്ട്, ഞങ്ങളെന്താ എല്ലാരും കൊച്ചുമക്കള് സഹിതം. ആണോ? പിന്നെ മരുമോനുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടുകാരായിട്ട് തുടങ്ങിയ. അതെ, 1 വർഷത്തോളം വീട്ടുകാര് തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. അമ്മ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും വെളിച്ചെണ്ണയിലാണോ ചെയ്യുന്നത്? അതെ, വെളിച്ചെണ്ണ മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാധനം കുറഞ്ഞ ദിവസങ്ങളാണ് അല്ലേ? ഒരുപാട് ദിവസം ഇരിക്കത്തില്ല വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പം വാങ്ങിച്ച് ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും എടുക്കാം. എനിക്ക് ക്ഷേത്രത്തിലെ ജോലി ഉണ്ടായിരുന്നു. അത് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പം പിന്നെ സമയം പോകണ്ടേ, വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് മാത്രം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അഭിപ്രായമായി നാട്ടില്. അന്നേരം മോനെ ജോലി ഉണ്ടായിരുന്നു, ഫാർമയിലെ ജോലിയായിരുന്നു. അപ്പൊ മോനാ ജോലി വിട്ടിട്ട് മോനും കൂടെ വന്നു. അമ്മ, ഇതെന്താണ് ചെയ്യുന്നത്? അത് കപ്പയാണ്. കപ്പ എന്ന് പറയുമ്പോൾ കപ്പ അരിഞ്ഞ് കഴുകി അത് അരച്ചെടുത്തിട്ട് എള്ള്, പിന്നെ അയമോദകം, ഉപ്പ്, മഞ്ഞപ്പൊടി, കായം സാധനം ചേർക്കും. ഇത് കുറെ നാൾ ഇരിക്കും ഇത്? എത്ര വർഷം വേണേലും ഇരിക്കും. ഉണങ്ങി വെച്ചാല് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഉപയോഗിക്കാം. നമ്മുടെ ഇവിടെ മാത്രമാണ് ഇങ്ങനൊരു ഐറ്റം ചെയ്യുന്നത്. മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു ഐറ്റം ചെയ്യുന്നത്. അതിന്റെ പേരാണെന്തോ? കപ്പപ്പപ്പടം എന്നാ പറയുന്നത്. കപ്പപ്പപ്പടം, കൊണ്ടാട്ടം എന്ന് പറയാം. ചേട്ടൻ എന്തോ ചെയ്തോണ്ടിരിക്കുന്നേ? ഇതിപ്പോ ചേമ്പ് വറുത്ത ചീമച്ചേമ്പെന്ന് പറയും. ചീമച്ചേമ്പ്. അതെ, അങ്ങനെ കുറെ വെറൈറ്റികൾ ഉണ്ടല്ലേ? അതെ, അതായത് ഒരുപാട് പേര് ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മാർക്കറ്റില്. പക്ഷെ നമ്മളെ ഒരു ഫേമസ് ഒരു ഐറ്റം ആണ്, ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റം ആണ്. അപ്പോഴ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇതുപോലെ കുറച്ച് വെറൈറ്റികൾ ചെയ്യുന്നുണ്ടോ? അതെ, വെറൈറ്റീസ് 2-3 ഈ നമ്മൾ ട്രഡീഷണൽ സാധനങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള സാധനങ്ങളോ ബേക്കറി ഐറ്റംസോ ഒന്നും ചെയ്യുന്നില്ല. അതായത് അവല് വിളയിച്ചത്, ഈ ദോശപ്പൊടി ആണെങ്കിൽ മുമ്പേ അമ്മയടുത്ത് ചോദിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. അപ്പൊ അത് ഏകദേശം 9-10 ധാന്യങ്ങൾ ചേരുന്നതാണ്. അത് ഏതൊക്കെ ധാന്യങ്ങളാണ് വരുന്നത് ചേട്ടാ? ചെറുപയർ പരിപ്പ് വരും, പിന്നെ പരിപ്പ് വരും, കടലപ്പരിപ്പ് വരും, ഒട്ടുകടല വരും, തൊമര വരും, ഉഴുന്ന് വരും. അങ്ങനെ കുറെ ധാന്യങ്ങൾ നമുക്ക് ഗുണകരമാണ്. അതിന്റെ കൂടെ രാവിലെ 1 സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് ചാലിച്ചാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അത് തന്നെ ഇപ്പൊ അമേരിക്കയിലൊക്കെ പച്ച വെളിച്ചെണ്ണ കഴിക്കുന്നത് അൽഷിമേഴ്സ് മാറാൻ. ഇതൊക്കെ നമ്മുടെ പണ്ട് പൂർവികർ ചെയ്തു വെച്ചിരുന്ന കുറച്ച് നല്ല ട്രഡീഷണൽ ഫുഡുകളാണ്. ക്വാളിറ്റിയെ പറ്റി പറയാൻ എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം എന്റെ
കുട്ടികളാണ് ആദ്യം വന്ന് ഇതെല്ലാം എടുത്ത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത്. അവർക്കിപ്പോ ഹോട്ടായിട്ടുള്ള അവർ കഴിക്കത്തുള്ളൂ. അവര് വറുത്തോണ്ടിരിക്കുന്നത് വന്ന് കഴിച്ചിട്ട് അച്ഛ ഉപ്പ് കൂടുതലാന്ന് അവരാ പറയുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യണം, അതുപോലെ നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച് ചെയ്യണമെന്ന് അത് അമ്മയ്ക്കൊരു ഇതുണ്ടല്ലേ, അങ്ങനെ ചെയ്യണമെന്നുണ്ട്. വറുത്ത പൊടികളൊക്കെ ഞങ്ങള് പല പ്രാവശ്യം വാങ്ങിച്ചു നോക്കുമ്പോഴും ഞങ്ങളുടെ കൂട്ടുചേരത്തില്ല. കാരണം പല പ്രാവശ്യം വരുന്നത് പലതരത്തിലുള്ള പൊടികളാണ്. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് 200 ഗ്രാം വെള്ളം നമ്മൾ അളന്ന് അടുത്ത കൂട്ടിന് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം 200 ഗ്രാം വെള്ളം പോരായിരിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പൊടികളെല്ലാം ഞങ്ങൾ തന്നെ, മുളകാന്നേലും ചുക്കുപൊടിയാന്നേലും കടലപ്പരിപ്പ് പൊടിച്ച് കടലമാവ് എടുക്കുന്നത്, അങ്ങനെ എല്ലാം നമ്മളിവിടെ തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, നമ്മള് ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ അത്രയും കാര്യമായിട്ട് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാധനം വാങ്ങിച്ചിട്ട് എത്ര ദിവസം നമ്മുടെ ഈ വറുത്ത ചിപ്സ് ഒക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ 45 ദിവസം വരെ ഇരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ ഇരിക്കാം, പക്ഷെ നമ്മളൊരു ഗ്യാരണ്ടി പീരീഡ് നോക്കിയിട്ടുള്ളത് 45 ദിവസമാണ്. പിന്നെ അതേസമയം അവല് വിളയിച്ചത്, അലുവ, ബോളി ഇതുപോലുള്ള സാധനങ്ങൾ 5 to 6 ഡേയ്സേ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ സാധനത്തിന്റെ പ്രത്യേകത അത് ചീത്തയാവും എന്നുള്ളതാണ്. അത് ചീത്തയാകും എന്നുള്ളതിന്റെ കാരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കെമിക്കലും ഇല്ല എന്നുള്ളതുകൊണ്ട് 6-7 ദിവസം അത് ചീത്തയായിരിക്കും. ഇത് തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 60 ദിവസം കഴിയുമ്പോൾ കനച്ചിരിക്കും. അത് നല്ല വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് അത് കനക്കുന്നത്, ഇല്ലെങ്കിൽ കനപ്പ് വരത്തില്ലല്ലോ. ഒരു കുടുംബത്തിലെ എല്ലാവരും ഉണ്ട്, പിന്നെ പുറത്തുനിന്നുള്ള സ്റ്റാഫുകളുണ്ട് നമുക്കല്ലേ? അതെ. വാരസ്യാർ അമ്മ അമ്പലത്തിൽ പോകുമ്പോ എല്ലാരും വാരസ്യാർന്നാ വിളിക്കുന്നത്. പിന്നെ ഇവിടെ വാര്യത്ത് പൂപ്പേര് വിൽക്കുന്നു, അങ്ങനെ വന്നാണ് ഈ വാരസ്യാർ എന്നുള്ള പേര് ഈ കമ്മ്യൂണിറ്റി തന്നതാണ്. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റിയുടെ പേര് നമ്മളിട്ടതല്ല. നമുക്കൊരു കമ്മ്യൂണിറ്റി തന്ന ഒരു പേരാണ് വാരസ്യാർ. ഇത് ഹൽവയാണ്. ഹൽവ ട്രഡീഷണൽ ഹൽവ. അരിയും തേങ്ങാപ്പാലും ശർക്കരയും കൂടെ ചേർന്നിട്ടുള്ളത്. അരി, തേങ്ങാപ്പാല്, ചക്കര എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ട്രഡീഷണൽ അലുവയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പം ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഐറ്റം ആണോ അമ്മേ? സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. 2-3 ദിവസം കൂടുമ്പോ അല്ലേ? 1-2 ദിവസങ്ങളിൽ ചെയ്യും. ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്? എത്ര തൂക്കമാണ്? 250. അര 1 കൊടുക്കുന്നുണ്ടോ? ഇത് കൂടുതൽ ദിവസം ഇരിക്കാത്തത് കൊണ്ടേ ഏറ്റവും ചെറിയ പാക്കറ്റാ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഇത്രയും ആൾക്കാരും കൂടിയാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ അമ്മേ? അപ്പൊ അമ്മ പണ്ട് ഒറ്റയ്ക്ക് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ ഇന്ന് കൂട്ടാളികളായി ഇവർ ഇത്രയും പേരുണ്ട്. പിന്നെ മകനുണ്ട്, 2-3 പേര് ഇനി ഇതിനകത്ത് വരാനുണ്ട്. അവർ പണി ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റാർട്ടിങ് മുതൽ കൂടെ ഉള്ള ആളാണല്ലേ? 6 വർഷത്തോളമായി. എത്ര വർഷമായി അജോ ചേട്ടൻ? പേരെന്തായിരുന്നു? അജോ ചേട്ടന്റെ സ്ഥലം എവിടെയാണ്? ഇടുക്കിയിൽ നിന്നും അമ്മയുടെ ഒപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 7 വർഷമായി. ആദ്യം മൂലമുള്ള ആളാണല്ലേ അമ്മ? ഇതെന്താണ്, അവലൂസ് പൊടിയാണോ? തേങ്ങ ഒക്കെ കിട്ടും ഇവിടെ? ഇത് നമ്മൾ ആദ്യ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ മിഷൻ അല്ലാതെ ചെയ്യുമായിരുന്നു അല്ലേ? മിഷൻ അല്ലാതെ ചെയ്യുമായിരുന്നു. ഉരുളിയിലിട്ട് വറക്കണം. നല്ല പണിയാ. ഇപ്പൊ മിഷനിലാണ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ നമ്മളെ കൂട്ടുകളെല്ലാം പഴയ കൂട്ട് തന്നെ. ഇന്ന് വൈകിട്ട് പോകാനുള്ള സാധനങ്ങളായി പാക്ക് ചെയ്തേക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഇത് ഇപ്പൊ ഷെൽഫ് കാലിയാവും. അപ്പൊ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ നമ്മൾ പാക്ക് ചെയ്ത് അങ്ങനെ ദിവസം പോവാറുള്ളൂ. അപ്പൊ ഇതാണ് കളിയുടക്ക. പിന്നെ നമുക്ക് മാത്രമല്ല പലർക്കും ഉണ്ട്, ചിലർക്ക്. പക്ഷെ എന്നാലും ഒരു വെറൈറ്റി സാധനമാണ് മലാഡ്. മാലഡു എന്ന് പറയും. ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. അതെ, കൃത്യമായിട്ട് നമ്മുടെ ഹോട്ട് കേക്കാന്ന് വേണേ പറയാം. ഹോട്ടായിട്ട് പോകുന്നത് നമ്മൾ ചേട്ടാ ഇത് പാക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത് കനപ്പ് അധികം വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്തുവാ? നമ്മൾ ഇത് ഒരിക്കലും പ്ലാസ്റ്റിക് പേപ്പറിനകത്ത് ഡയറക്റ്റ് ഇടത്തില്ല. നമ്മൾ ഫുഡ് ക്വാളിറ്റിയുടെ പേപ്പർ, അപ്രൂവ് ആയിട്ടുള്ള പേപ്പറിലാണ് ഇത് വിരിക്കുന്നത്. പിന്നെ ഈ പേപ്പർ കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് പ്ലാസ്റ്റിക് ടച്ച് വരാത്ത രീതിയിലാണ് ഇത് റബ്ബർ ബാൻഡ് ഇട്ട് ടൈ ചെയ്യുന്നത്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് ചേമ്പ്. അത് നമ്മുടെ ഹോട്ടായിട്ട് പോകുന്ന ഒരു സാധനമാണ്. ചീമച്ചേമ്പ് വറുത്തത്. പിന്നെ മുറുക്ക് ഞങ്ങളുടേതായ ഒരു കയ്യൊപ്പുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഏത് പ്രായക്കാർക്കും കഴിക്കാം, അത്ര സോഫ്റ്റ് ആണ് മുറുക്ക്. പിന്നെ ബനാന. കായും ചേമ്പും ഒക്കെ ആണെങ്കിലും നമ്മുടെ അടുത്ത് തന്നെ ഇവിടെ ഒരു നാടൻ പച്ചക്കറി വിപണിയുണ്ട്. അവിടുന്ന് അദ്ദേഹം എടുത്തു തരുന്നതാണ് ഞങ്ങൾ ഇവിടെ വാങ്ങിക്കുന്നത്. പിന്നെ കർഷകർ ചേമ്പൊക്കെ ഡയറക്റ്റ് കൊണ്ട് തരുകയും ചെയ്യും. അതും കളക്ട് ചെയ്യുന്നുണ്ട്. അതെ. ലാർജ് ക്വാണ്ടിറ്റി അല്ല, കർഷകർക്ക് വേണമെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി തന്നാൽ നമ്മൾ എപ്പോ വേണേലും എടുക്കാനും തയ്യാറ്. ഒരു കൗണ്ടർ പ്രവർത്തിക്കുന്നു പറയുമ്പോൾ വീടിനോട് ചേർന്ന് തന്നെയാണ്. അത് കരുനാപ്പള്ളി വവ്വാക്കാവ് പുലയംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ
തൊട്ട് അടുത്തായിട്ട് തന്നെ തെക്ക് വശത്ത് ഹൈവേയില്. ബാക്കി സ്ഥലങ്ങളൊക്കെ എവിടെയാണ് ചേട്ടാ? ഒന്ന് പ്രായിക്കര, അതായത് മാവേലിക്കര പുതിയാവിൽ നിന്ന് തിരുവല്ല പോകുന്ന റൂട്ടില് ധന്വന്തരി ക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ വളവില്, ആദ്യത്തെ വളവില് റിലയൻസ് പെട്രോൾ പമ്പിന് മുമ്പിലായിട്ട് വളവിലാണ് മാവേലിക്കരയിലെ കട സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ള സ്ഥലം പിന്നെ ഉള്ളത് നമുക്ക് പന്തളത്ത് കുളനട. കുളനടത്ത് ശ്രീവത്സം ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ കുളനടയില്. കുളനടയുള്ള ശ്രീവത്സം പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെ പടിഞ്ഞാറേ സൈഡിലാണ് വാരസ്യാർ ചിപ്സിന്റെ കട. വാര്യത്ത് ബിൽഡിംഗ് ആണ്, നമ്മുടെ തന്നെ ബിൽഡിംഗ് ആണ്, എൻ്റെ അളിയന്റെ ബിൽഡിംഗ് ആണ് എന്ന് പറയാം. പിന്നെ നാലാമത്തെ കട ഇപ്പം നമ്മൾ 1 മാസമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അത് നെടുംപ്രയാർ മാരാമണിലാണ്. കോഴഞ്ചേരി പാലം കഴിഞ്ഞ് ടുവേർഡ്സ് തിരുവല്ല വരുമ്പോൾ ആദ്യത്തെ ബസ് സ്റ്റോപ്പ്, ആ പാലം കഴിഞ്ഞുള്ള ബസ് സ്റ്റോപ്പ് നെടുംപ്രയാർ. അതിനോട് ചേർന്ന് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെയാണ് കടയും സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിന്റെ സൈഡിൽ ഒരു അടുപ്പിൽ തുടങ്ങിയ പരിപാടി ഇന്ന് 4 കടകളിലേക്ക് മാറിയിരിക്കുന്നു, 4 സംരംഭത്തിലേക്ക് മാറിയിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന ഒരു ഐറ്റംസ് ഈ കാണുന്ന ആൾക്കാർ അത് അല്ലെങ്കിൽ കഴിച്ചു നോക്കിയവരൊക്കെ നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്ര കടകളിലേക്ക് മാറാൻ കഴിഞ്ഞത്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്, അവർക്ക് ഈ സാധനമൊക്കെ വേണമെങ്കിൽ എങ്ങനെ കളക്ട് ചെയ്യാൻ ചേട്ടാ? ഒന്ന് നമുക്ക് ഈ 4 കൗണ്ടറുകളിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. അതുകൂടാതെ നമ്മൾക്ക് വേണമെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ബിസിനസ് നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് ഒരു ജസ്റ്റ് ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ നമ്പർ ഇവിടെ കാണുന്നുണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾ ഒരു ഹായ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും അല്ലേ? അതെ, നമ്മളൊരു കാറ്റലോഗ് അവർക്ക് അയച്ചു കൊടുക്കും. അതിനകത്ത് കാർട്ടുണ്ട്, കാർട്ട് വഴി അവർക്ക് ആഡ് ചെയ്ത് അവർ അഡ്രസ്സും അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് അയച്ചു കൊടുക്കും. അത് അവർ ജിപേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് സാധനം ഡെസ്പാച്ച് ചെയ്യും. അപ്പം നമുക്ക് എന്തായാലും ഓടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് ബോളിയാണ്, ഇത് ചിപ്സ്, മധുര ചിപ്സ്. ഇത് പറഞ്ഞോ അമ്മേ? ഇത് ചിപ്സ്, ഇത് 4 കീറിയ ബനാന ചിപ്സ്, 4 കീറിയ ബനാന ചിപ്സ്. ശർക്കര വരട്ടി, മധുര ചിപ്സ് അല്ലെങ്കിൽ മലബാർ ചിപ്സ് എന്നറിയപ്പെടും. മധുര ചിപ്സ് അല്ലെങ്കിൽ മലബാർ ചിപ്സ് എന്നറിയപ്പെടും. അത് ഇവിടൊക്കെ ഇത് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ കോഴിക്കോട് സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് മുറുക്ക്, ഇത് ബട്ടർ മുറുക്ക്, പക്കാവട, ചേമ്പ്, ഇത് മിക്സർ പ്ലെയിൻ, ഇത് റെഡ്, ഇത് കടലമാവിൽ തന്നെയാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത്. കടലമാവ്, പക്കാവട. ഇത് പൊട്ടറ്റോ എരിവുള്ളത്. ഇത് പൊട്ടറ്റോ പ്ലെയിൻ, കപ്പ എരിവുള്ളത്, കപ്പ എരിവില്ലാത്തത്. ഇത് എല്ലാം കൂടെ സനീസ് മീഡിയക്ക് അടിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇത് കപ്പക്കൊള്ളി. പിന്നെ ഇത് പീനട്ട്, ബോളി. ഇതാണ് കപ്പ പപ്പടം, നമ്മൾ നേരത്തെ കണ്ട ഐറ്റം. അമ്മ പരിചയപ്പെടുത്തി തന്നില്ലേ? ഇത് കുറെ നാൾ ഇരിക്കുന്നതാണ് അല്ലേ ഈ ഐറ്റം? അതെ, അത് കൊണ്ടാട്ടമായിട്ട് കുറെ നാൾ ഇരിക്കും. വറുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 45 ദിവസം ഇരിക്കും. ഇത് ചീട കളിയടക്ക, ഓണത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഐറ്റമാണ് കളി അടുക്ക എന്ന് പറയുന്ന സാധനം. പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ആണ്. ദോശ ചട്നി, സാമ്പാർ പൊടി ഇവിടുത്തെ പ്രധാന ഐറ്റം ആണെന്നാണ് ഇവര് പറയുന്നത്. ചമ്മന്തിപ്പൊടി, അവലേസ് പൊടി. ഷുഗർ ഉള്ളതുണ്ട്, ഇനി ഷുഗർ ഇല്ലാത്തതുണ്ട്, ഷുഗർ ഉള്ളതുണ്ട്. ഹലുവയുണ്ട്, അവല് വിളയിച്ചത്. ഇത് ട്രഡീഷണൽ കേരള ഹലുവ. ഇത് എള്ളുണ്ട, അവല് വിളയിച്ചത്, മാലഡു, അവലേസ് ഉണ്ട. അപ്പം ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇനിയും ഇതിലേക്ക് കുറെ ഐറ്റംസ് വരാനുണ്ട്. അപ്പം ഈ ഒരു സംരംഭം മറന്നുകൊണ്ട ഞാനൊരു പീസ് ഹലുവ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ഹലുവയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടു അത് ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ. എത്ര മണിക്കൂർ വേണം അമ്മ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ? 6 മണിക്കൂർ വേണം കേട്ടോ. അടിപൊളി ഹലുവയാണ് കേട്ടോ. ഇതിൻ്റെ 250, 500 ഒന്നൊക്കെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കൊടുക്കുന്നുണ്ട്. ഗൾഫിലേക്കൊക്കെ പോകാൻ വേണ്ടി ഉള്ളവർ ഇവിടുന്ന് ശരിക്കും പറഞ്ഞ സാധനങ്ങൾ കളക്ട് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് വലിയ പാക്കറ്റുകളിൽ ചിപ്സും ശർക്കര വരട്ടിയും സാധനങ്ങളൊക്കെ കൊടുക്കും ഇവിടുന്ന്. നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ ഏട്ടാ? അതെ, അങ്ങനെയുള്ള ഓർഡറുകൾ നമ്മൾ നേരത്തെ എടുക്കും. അപ്പം ഇതൊക്കെയാണ് വാരസ്യാരുടെ, ഈ അമ്മയുടെ ഈ ഒരു സംരംഭത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ഒരു നമ്മുടെ ചാനലിലൂടെയാണ് ഈ ഒരു സംരംഭം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ കരുനാഗപ്പള്ളി, കൊല്ലം, ആലപ്പുഴ ലൊക്കാലിറ്റിയിലുള്ളവർ NH യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, പുലയംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നാട്ടുകാർ കൊടുത്ത പേരാണ് വാരസ്യാരുടെ കടയെന്ന് കേട്ടോ.